എത്തിയാ? ആ എത്തി. എന്തേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാരും കിച്ചണിലിട്ടോ. കിച്ചണിലിട്ടോളാനാ? ഞാൻ, അപ്പൂപ്പൻ, അമ്മമ്മ ഞങ്ങളെല്ലാരും സെറ്റായി. ഞങ്ങൾ കൊറേ സംസാരിച്ചു. അലീന ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. നീ വിചാരിക്കുന്നതല്ല, ഇവര് ഭയങ്കര ബിസിനസ്സുകാരാണെങ്കിലേ ഫാമിലിയിൽ ഭയങ്കര കോമഡിയാടി, നമ്മുടെ വീട്ടിലെ പോലെ. മൊത്തത്തിലൊരു കോമഡിയാ. ശരിയാ ചേച്ചി, ഫാമിലി മുഴുവൻ നല്ല വിഷം കെട്ടുകാരാണല്ലോ. ഇന്നലെ തന്നെ കണ്ടില്ലേ, കയ്യിലും ബ്ലൗസൊക്കെ കൊടുത്തിട്ട് മണ്ണിൽ ചെരുപ്പില്ലാതെ നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും ആ ഡയലോഗ് കൊള്ളായിരുന്നു. ഏത് ഡയലോഗ്? മണ്ണി ചവിട്ടിയിക്കാൻ ഈ വേഷമാണ് നല്ലതെന്ന് പറഞ്ഞില്ലേ? നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ, അവിടെ നിന്ന് അനങ്ങാനൊന്നും പറ്റുണ്ടാവില്ല. കിച്ചണിൽ ചെന്ന് ചിക്കൻ കറി ഉണ്ടാക്ക്. 20 അമ്മ ചിക്കൻ കറി ഞാൻ വെക്കറേ. അയ്യോ വേണ്ട, ചിക്കൻ കറി അമ്മൂമ്മ വെച്ചോളൂ. കോഴിപ്പായസം അല്ല ഉണ്ടാക്കാൻ പറഞ്ഞ, ചിക്കൻ കറിയാ. എല്ലാരും നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ട് ചെല്ലേ. ആ പോ ചിക്കൻ കറി ഉണ്ടാക്കി. ആഹാ, മാഡം വരുന്നില്ല? ഇല്ല, എനിക്ക് അപ്പൂപ്പനോട് ഇച്ചിരി സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാനുണ്ട്? കൃഷിയെ പറ്റി ഇച്ചിരി അറിയാനാ. ഓ, അങ്ങ് ബാംഗ്ലൂർ ഫ്ലാറ്റില് കൃഷിപ്പണി തുടങ്ങായിരിക്കും അല്ലേ? നിനക്കറിയാമോ, ഞങ്ങൾക്ക് ഒരു ഫാം ഹൗസ് ഉണ്ട് ബാംഗ്ലൂർ ഔട്ടറിൽ. എല്ലാം ഉണ്ട്, അതിന്റെ അഹങ്കാരം ഉണ്ടല്ലോ. അമ്മമ്മേ, അമ്മമ്മക്ക് വെറുതെ ഇരിക്കുന്ന നേരത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചൂടെ? എല്ലാം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, അങ്ങ് ശരിയാക്കി എടുത്താ മതി. അത് ശരി. എന്നാ ബാ ആന്റി, നമുക്ക് നമ്മുടെ പണി അങ്ങോട്ട് തുടങ്ങാം. അമ്മ വരില്ലയാ? ബാ ബാ. അങ്ങ് ചോനറത്തലയിലെ എൻ്റെ വീട്ടില് അവിടെ ഒരു ജോലിക്കാരി ചേച്ചി വരുമായിരുന്നു. ആ ചേച്ചിയുടെ പേര് പത്മാവതി എന്നാ. ആ ചേച്ചി അയ്യോ ചിക്കൻ കറി വെക്കും, എന്തൊരു സ്വാദാന്നറിയാവോ അത്. അതുപോലെ ചിക്കൻ കറി വെക്കാൻ നമ്മൾ ഉച്ചയും കുത്തി നിന്നാലും പറ്റത്തില്ല. ഉച്ചയും കുത്തിയുന്ന അല്ലെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒത്തില്ല, ഏറ്റില്ല പറഞ്ഞത്. അയ്യേ ചേച്ചി അമ്മിപ്പോയി. സാരമില്ല പാറു, ഇനി അമ്മൂമ്മ അവസരങ്ങൾ ഉണ്ടാക്കി തരുമല്ലോ, ഞാൻ അടുത്തയിൽ പിടിച്ചോളാം. ഇങ്ങനത്തെ അമ്മമ്മ ഞാൻ ശരിയാക്കൊള്ളി. വേണ്ട മോളെ, ഞാൻ ശരിയാക്കാം. ലച്ചു മോടെ സ്നേഹം കണ്ടു പഠിക്ക്. സ്നേഹമൊക്കെ കണ്ടു, പക്ഷെ അത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല. ലച്ചു ചേച്ചി എന്താ അങ്ങനെ സംസാരിച്ചേ? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് കാഷ്വലി പറഞ്ഞു. ഞാനൊരു സത്യം പറയട്ടെ, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കള്ളമാണ്. അതല്ല, ഈ പാറുവിന് എന്നോടൊരു സ്നേഹമില്ല. അതാണോ സത്യം? അല്ല. ഒരുപാട് സ്നേഹിച്ചിട്ട് എന്തിനാ ചേച്ചി? ചേച്ചി പറയണമെന്ന് സത്യം പറ. പാവ അപ്പൂപ്പൻ ശരിക്കും പെട്ടിരിക്കാവും. അവൾ കത്തിച്ച് അപ്പൂപ്പനെ കൊല്ലും. ഒന്നാമത് അവൾ പറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയണില്ല. നിർത്തടി പരദൂഷണകാരി. പരദൂഷണക്കാരിയാ? പരദൂഷണക്കാരി? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. അത് മതി. പക്ഷെ ആരുദ്ദേശിച്ചാണെന്ന് മനസ്സിലായില്ല. അമ്മൂമ്മേനെ ഉദ്ദേശിച്ചാ പറഞ്ഞേ? എന്നെയോ? അല്ല. ഓ, അപ്പൊ കഥകാരിയുടെ ആയിരിക്കും അല്ലേ? അയ്യോ എന്നെയാ? ഓ, പാറുവിനെ. എന്നാ? ഓ, അപ്പൊ പിന്നെ എന്നെ ആയിരിക്കും. അല്ല ചേച്ചി. അതെ, നീ ആരും ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അത്ര മണ്ടിയൊന്നല്ലേ? കണ്ട, ഞാൻ ആരെ ഉദ്ദേശിച്ച് ആളെ ഏറ്റെടുത്തിട്ട്. അലീനെ നിർത്തിക്കോ, ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എനിക്കും അതേ പറയാനുള്ളൂ. പവടത്തിൽ തുടങ്ങിയത് ആള്. പവടലല്ല, പടവലം. മനസ്സിലായില്ല? നീ ഉള്ളി വൃത്തിയാക്കടി. അമ്മുമ്മേ, ഇത് ശരിയാവില്ല കേട്ടോ. എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹമായിട്ടിരുന്നാ പോരായോ? എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? அம்மா அம்மா வருத்தப்பட வேண்டாம். அவங்க இப்படி எல்லாம் சொன்னாலும் ரொம்ப பாசமா இருப்பாங்க. പക്ഷെ എനിക്ക് 3 പേർക്കും ഇഷ്ടം കേശാട്ടനെ. ആ, എൻ്റെ കൊച്ചുമോനെ ആർക്കാ ഇഷ്ടമല്ലാത്ത? പിന്നെ ബാലുവിൻ്റെ എടുത്തിയാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ എൻ്റെ അച്ഛൻ്റെ സ്വഭാവമോ, എൻ്റെ അച്ഛൻ്റെ ഒരു തലയെടുപ്പുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ ചോനർത്തല ഇരിക്കുന്ന അറിയാമല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കുമല്ലോ എൻ്റെ കേശുമോൻ, അല്ലയോ? അതെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.